പേടിക്കരുത്, ഞാൻ പുറകെ നിന്ന് ഒച്ച വെക്കുമ്പം സംസാരിക്കുമ്പോഴേ. ആ രണ്ട് നമ്പറും ബഹുമാന്യരും സ്നേഹമുള്ളവരുമായ സഹോദരന്മാരെ, അല്പസമയം നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ മാത്രം അല്പസമയം സംസാരിക്കുകയാണ്. തിരുവെഴുത്ത് ഇപ്രകാരമാണ് പറയുന്നത്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവനെന്ന്. അത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്, അത് രക്ഷയുടെ സന്ദേശമാണ്, അത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെയും സന്ദേശം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം സമാധാനമില്ലാതെ അലയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനേകം കഷ്ടതകളിൽ നമ്മളെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് നാം ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് നാം നിരാശരായി ജീവിക്കുമ്പോൾ യേശുക്രിസ്തു മാത്രം പറയുന്നു: ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാൻ നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും, നിങ്ങൾ ഭാരപ്പെടുന്ന എത്ര വലിയ പ്രശ്നമായിരുന്നാലും അതിൽ നിന്നൊക്കെയും നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ എനിക്ക് കഴിയും എന്ന് യേശു ഈ ലോകത്തോട് വിളിച്ചു പറയുകയും അനേകായിരങ്ങൾ ലക്ഷങ്ങൾ തന്നെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ സൗഖ്യമാകുവാൻ വേണ്ടിയും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയും ആരും സഹായിക്കുവാനില്ലാതെ നിരാലംബരായി കഴിഞ്ഞവരുമാണ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. യേശു അവരെയൊക്കെയും സമാധാനിപ്പിക്കുകയും അവരുടെ രോഗങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുകയും പിശാചിൻ്റെ ബന്ധനത്താൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയവരെ ആ ബന്ധനത്തിൽ നിന്നൊക്കെയും വിടുവിക്കുകയും ചെയ്തതായി തിരുവചനം വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ബൈബിൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ മരിക്കുകയില്ല. കാരണം അവൻ്റെ ശരീരം മാത്രമാണ് അവനിവിടെ ഉപേക്ഷിച്ച് കളയുന്നത്. അവൻ്റെ ആത്മാവ് നശിക്കാത്ത ഇടത്തോളം കാലം അവൻ മരിക്കുന്നില്ല. അതാണ് തിരുവചനം പറയുന്നത്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ഒരു നിത്യതയെ വിശ്വസിക്കുകയും അത് നമ്മുടെ പ്രത്യാശയായിരിക്കുകയും ചെയ്യണമെങ്കിൽ, പ്രിയമുള്ളവരെ, മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും മരിക്കുകയല്ല, അവർ ജീവിക്കുകയാണ്
എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം യേശുവിനോട് ചോദിച്ചവരോടൊക്കെയും യേശു മറുപടി നൽകി, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം ഈ ആത്മാവിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ദൈവം തീരുമാനിച്ചെങ്കിൽ മാത്രമേ ആ മനുഷ്യൻ മരിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം. കാരണം മനുഷ്യൻ നിത്യമായി മരിക്കുന്ന ഒരു മരണമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനും നിത്യമായ മരണത്തിലേക്ക് തള്ളപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കാരണമാണ് അവരുടെ ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരുവാൻ, ദൈവത്തോടു കൂടെ വസിക്കുവാൻ യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. ആ യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അതുതന്നെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള യാഥാർത്ഥ്യം. അത് നമ്മുടെ പ്രത്യാശയായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതവും ഉറപ്പുള്ളതുമായ വിശ്വാസമായിരിക്കണം. എന്നാൽ ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന ഒരു കഷ്ടതകൾക്കും ഒരു പ്രയാസങ്ങൾക്കും നമ്മളെ കീഴടക്കുവാൻ കഴിയുകയില്ല, നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. ആ ദൈവത്തിന് നമ്മെ സകല പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിച്ച് അനുകൂലമായ ഒരു ജീവിതം നമുക്ക് നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്നാണ്. അനേകരിന്ന് ഒരു സമാധാനമില്ലാത്ത അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത്, ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുകയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയുള്ളവർ ജീവിതത്തിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നിങ്ങൾ എന്നും വിജയിക്കും. ഒരു മനുഷ്യരെയും ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം ദൈവം അവർക്ക് സഹായകനും തുണയുമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോഴാണ് ആർക്കും നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തത്, നമ്മുടെ സമ്പത്ത് നശിപ്പിച്ച് കളയുവാൻ കഴിയാത്തത്. ഇന്നിപ്പോൾ അനേക ചെറുപ്പക്കാർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നാം പത്രങ്ങളും മറ്റു മീഡിയകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ മാതാപിതാക്കൾ അവരെ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് പറഞ്ഞയക്കുന്നത് ഈ മകൻ അല്ലെങ്കിൽ ആ മകൾ പഠിക്കുവാൻ നല്ല മിടുക്കുള്ളവരാണ്, അവർക്കൊരു നല്ല ജോലി ലഭിക്കണം, അതിനുവേണ്ടിയാണ് അവരെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് അയക്കുന്നത്. എന്നാൽ അനേകായിരങ്ങൾ കടന്നു പോകുന്ന ആ വഴിയിൽ ചിലരൊക്കെ നശിച്ചു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിനെന്താണ് കാരണം? അവർ യഥാർത്ഥമായ വഴിയിൽ കൂടിയല്ല അവർ യാത്ര ചെയ്യുന്നത്. എവിടെ വെച്ചോ അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുന്നു. അതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം. അവരുടെ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. എന്നാൽ ലക്ഷ്യം തെറ്റാതെയുള്ള ഒരു യാത്രയാണ് യേശു കർത്താവ് പറഞ്ഞത്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഈ ലോകത്തോട് യേശു പറഞ്ഞു. അതാണ് പ്രിയമുള്ളവർ, ലക്ഷ്യം തെറ്റാതിരിക്കണമെങ്കിൽ, യഥാർത്ഥ്യത്തെ തിരിച്ചറിയണമെങ്കിൽ, നമ്മുടെ ജീവിതം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് അനുഗ്രഹവും ആശ്വാസവുമായി തീരണമെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ
ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഞാനിപ്പം